ഇപ്പോൾ കോട്ടയത്ത് നമുക്കൊരു പ്രധാന വാർത്തയുണ്ട്. അവിടെ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് സംഘർഷഭരിതമാകുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസ്. ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ കോട്ടയത്തെ മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. പ്രവർത്തകർക്ക് നേരെ പോലീസ് ഇതിനോടകം നിരവധി പ്രാവശ്യം ജലപീരങ്കി പ്രയോഗിച്ചിട്ടുണ്ട്. എന്നിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡ് ഭേദിച്ച് മുന്നോട്ട് നീങ്ങാൻ ശ്രമിക്കുകയാണ്. തത്സമയ ദൃശ്യങ്ങളാണ് നമ്മൾ കോട്ടയത്തു നിന്ന് കാണുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ നൽകും. ടോബി, എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത്? പ്രതിഷേധക്കാർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും അവർ പിരിഞ്ഞു പോകുന്നില്ല. അവർ വീണ്ടും സംഘടിച്ച് ബാരിക്കേഡ് ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുകയാണോ? തീർച്ചയായിട്ടും ഒരു തവണ ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂട്ടം കൂടി ഈ ബാരിക്കേഡിന് അടുത്തേക്ക് വരുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കണ്ണൂരിൽ വനിതാ പ്രവർത്തകയ്ക്കെതിരെ അക്രമം നടത്തി അവരുടെ മുടിക്കുത്തിന് പിടിച്ചതടക്കമുള്ള വിഷയങ്ങൾ കൂടി ബാരിക്കേഡ് മുന്നേക്ക് പോകാൻ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. പ്രവർത്തകർക്ക് നേരെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. പക്ഷേ അവിടെ എത്തിയ പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡ് ഭേദിച്ച് വീണ്ടും പോലീസിന് നേരെ നീങ്ങുന്നുണ്ട്. അവരെ പിരിച്ചുവിടാൻ പോലീസ് ഇങ്ങനെ തുടർച്ചയായി ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ സംഘടിച്ച് വീണ്ടും ചെതറിപ്പോയ പ്രവർത്തകർ വീണ്ടും പോലീസിന് നേരെ നീങ്ങുന്നുണ്ട്. സംസ്ഥാന വ്യാപകമായി കഴിഞ്ഞ 2-3 ദിവസമായി യൂത്ത് കോൺഗ്രസ് പ്രതിഷേധിക്കുകയാണ്. ജില്ലകൾ തോറുമാണ് ഈ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ഇന്ന് കോട്ടയം, കണ്ണൂർ ജില്ലകളിലായിരുന്നു പ്രതിഷേധം. രാവിലെ കണ്ണൂരിൽ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. അവിടെ പ്രവർത്തകർക്ക് പോലീസ് നടപടിയിൽ ഗുരുതര പരിക്കേറ്റു എന്നാണ് യൂത്ത് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഒരു KSU പ്രവർത്തകരുടെ കണ്ണിന് പരിക്കേറ്റു. പോലീസ് ലാത്തി വീശിയതാണെന്നാണ് പ്രവർത്തകർ ആരോപിക്കുന്നത്. കോട്ടയത്തു നിന്നുള്ള ഏറ്റവും പുതിയ ദൃശ്യങ്ങളും വിവരങ്ങളുമാണ്. ടോബി ജോൺസൺ ചേരുന്നു വിവരങ്ങളുമായി. ടോബി, തുടരാം. എന്താണ് ഇപ്പോൾ സംഭവിക്കുന്നത് അവിടെ? ഇപ്പോൾ വീണ്ടും പോലീസ് ജലപീരങ്കി ഒരു തവണ കൂടി പ്രയോഗിച്ചിരിക്കുന്നു. രണ്ടാമത്തെ തവണയാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ഏതായാലും പ്രവർത്തകരും പോലീസും തമ്മിൽ വലിയ രീതിയിലുള്ള വാക്കേറ്റമുണ്ടായി. അവർ ബാരിക്കേഡ് ഒരു തവണ ഒരു സൈഡിലെ ബാരിക്കേഡ് മറിച്ചിട്ടു. അപ്പോഴാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. കൂടുതൽ പ്രവർത്തകർ ഇവിടേക്ക് വരുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അത് ഒന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ടാണെങ്കിൽ, രണ്ടാമത് ഇപ്പോൾ അവർ പുതിയൊരു വിഷയം കൂടി, അതായത് കണ്ണൂരിലുണ്ടായ പോലീസ് പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശി അടക്കമുള്ള കാര്യങ്ങളിൽ കൂടി പ്രതിഷേധിച്ചുകൊണ്ടാണ് കൂടുതൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇവിടേക്ക് എത്തി. ഇപ്പോൾ പോയിരിക്കുന്നു. കോട്ടയം കളക്ടറേറ്റിന് മുന്നിലുള്ള KK റോഡിലാണ് ഈ സമരങ്ങൾ നടക്കുന്നത്. പോലീസിന്റെ വാഹനത്തിന് നേരെ പ്രവർത്തകർ കൊടിയും അതുപോലെ തന്നെ കല്ലും വലിച്ചെറിഞ്ഞു. തുടർന്നാണ് ഈ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു നടപടിയിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. എന്തായാലും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർ കൂട്ടത്തോടെ ഇവിടെ തന്നെ നിൽക്കുന്ന ഈ ബാരിക്കേഡിന് മുന്നിൽ തന്നെ നിൽക്കുന്ന കാഴ്ചയാണ്. ഈ ബാരിക്കേഡ് മറിച്ചിട്ട് SP ഓഫീസിലേക്ക് പോകാനുള്ള ഒരു സാധ്യത പോലും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് തമ്പടിച്ചിരിക്കുന്നു. ജലപീരങ്കി പ്രയോഗിച്ച് പ്രവർത്തകരെ പിന്നിലേക്ക് മാറ്റാനുള്ള ഒരു നീക്കമാണ് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും കോട്ടയം ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് നടക്കുന്നതെന്ന് വേണം നമുക്കിപ്പോൾ പറയാൻ. കോട്ടയത്ത് യൂത്ത് കോൺഗ്രസിന്റെ SP ഓഫീസ് മാർച്ചിൽ സംഘർഷം. തുടർച്ചയായി പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. നിരവധി പ്രവർത്തകർക്ക് അവിടെ ജലപീരങ്കി പ്രയോഗത്തിനിടയിൽ തന്നെ പരിക്കേൽക്കുന്നുണ്ട്. ഇങ്ങനെ ജലപീരങ്കി തുടർച്ചയായി പ്രവർത്തിപ്പിക്കുന്നതിനെതിരെ അവിടെ പ്രവർത്തകർ വലിയ പ്രതിഷേധം അറിയിക്കുന്നുണ്ട്. മുതിർന്ന നേതാക്കളടക്കം അവിടെ എത്താൻ സാധ്യതയുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ പോലീസിന് നേരെ നീങ്ങുകയും ചെയ്യുന്നുണ്ട്. കൂടുതൽ പ്രവർത്തകർ അവിടേക്ക് എത്തുന്നുണ്ട്. ഇത്രയും തവണ ജലപീരങ്കി പ്രയോഗിച്ചിട്ടും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. ബാരിക്കേഡ് അവിടെ നിവർത്തി വയ്ക്കാൻ പോലീസ് ശ്രമിക്കുന്നു. പ്രവർത്തകർ അത് ഭേദിച്ച് മുന്നേറാൻ ശ്രമിക്കുന്നു. അങ്ങനെ സംഘർഷഭരിതമാണ് അവിടുത്തെ സാഹചര്യം. അനുനയത്തിനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. പ്രവർത്തകരെ പിരിച്ചുവിടാൻ, സമാധാനപരമായി പിരിച്ചുവിടാനും പോലീസ് ശ്രമിക്കുന്നുണ്ട്. ഇപ്പോഴിതാ ചില മുതിർന്ന പ്രവർത്തകരൊക്കെ
അവിടെ ഉണ്ടായിരുന്ന മറ്റു KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ കൂടുതൽ അക്രമത്തിലേക്ക് പോകാതെ ആ സമരം അവസാനിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ടോബിയിലേക്ക് ഒരിക്കൽ കൂടി. ടോബി, ഇത് എനിക്ക് തോന്നുന്ന മുതിർന്ന പ്രവർത്തകരൊക്കെ ഇടപെട്ട് കൂടുതൽ വഷളാകാതെ നോക്കുന്നുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? തീർച്ചയായിട്ടും ഇപ്പോൾ മുതിർന്ന കുറച്ച് പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഇവിടെ തന്നെ നിൽക്കുകയാണ്. എന്തായാലും പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. 2 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. ഈ 2 തവണയും ജലപീരങ്കി പ്രയോഗിച്ച ആ വാഹനത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് എതിരെയുള്ള ഒരു പ്രതിഷേധമെന്ന നിലയിൽ അവർ ശക്തമായി വീണ്ടും മുന്നോട്ട് വന്നത്. എന്തായാലും അതിശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ കോട്ടയത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോകുന്നു. ഇപ്പോൾ ആ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്, ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2 തവണ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി. അപ്പോഴാണ് ജലപീരങ്കി പ്രയോഗിച്ചത്. ജലപീരങ്കി പ്രയോഗിച്ചതിനെതിരെയുള്ള ഒരു പ്രതിഷേധം കൂടി ഇവരുടെ ഭാഗത്തു നിന്നുമുണ്ട്. ഒപ്പം തന്നെ പോലീസിന് നേരെ കല്ലും അതുപോലെ തന്നെ ഈ കൊടിയും വലിച്ചെറിയുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു. നിരവധി ഏതാനും പ്രവർത്തകർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു. അവർ ഇവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഇപ്പോൾ KK റോഡ് ഉപരോധിച്ചുകൊണ്ട് അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ബാരിക്കേഡുകൾ പൂർണ്ണമായും മറിച്ചിട്ടു. ഒപ്പം തന്നെ പോലീസുമായി വാക്കേറ്റമുണ്ടാകുന്ന ഒരു കാഴ്ച കൂടി നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷമാണ് ഇപ്പോൾ പ്രവർത്തകർ നടു റോട്ടിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്നത്. ജലപീരങ്കി 2 തവണ പ്രയോഗിച്ചു. എന്നാൽ പ്രവർത്തകരെ ഇനി ഒരുപക്ഷെ അടുത്ത നടപടി എന്ന് പറയുന്നത് അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ഒരു നടപടിയിലേക്ക് ഒരുപക്ഷെ പോലീസ് പോയേക്കാനുള്ള ഒരു സാധ്യത കൂടി നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ കൂടുതൽ ഒരു സംഘർഷത്തിലേക്ക് അത് കാര്യങ്ങൾ പോകാനുള്ള ശരി, നമുക്ക് ടോബി അല്പസമയത്തിനകം അവിടുത്തെ ദൃശ്യങ്ങളിലേക്കൊക്കെ മടങ്ങി വരാം. എന്തായാലും പ്രതിഷേധം ഇപ്പോൾ സമാധാനപരമാണ്. സംഘർഷഭരിതമായ സമയത്തിന് ശേഷം പ്രവർത്തകർ ഇപ്പോൾ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്, റോഡ് ഉപരോധിക്കുകയാണ്. അവരെ അറസ്റ്റ് ചെയ്ത് നീക്കം വൈകാതെ. ടോബി ജോൺസനാണ് വിവരങ്ങൾ നൽകിയത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് മടങ്ങി വരും.